ഇന്ന് ഏപ്രിൽ 11 അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി. ഈ ഒരു ദിവസം നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ 4 പേരുമായിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാറുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരുങ്ങി ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ഫുഡ് അടിക്കാനായിരുന്നു. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കഴക്കൂട്ടത്തുള്ള ഇമ്പീരിയൽ കിച്ചണിലോട്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഓർഡർ ചെയ്തത് നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ആയിരുന്നേ. നല്ല ടേസ്റ്റ് ആയിരുന്നേ, പക്ഷേ കുറച്ച് എരി കൂടിയോ എന്നൊരു ഡൗട്ട്. അമ്മ ഇറച്ചി, പാല്, മുട്ടയൊന്നും കഴിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നിർബന്ധിച്ചിട്ട് അമ്മ കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ സ്റ്റാർട്ടറൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അമ്മയ്ക്ക് ഫ്രൈഡ് റൈസും പിന്നെ എനിക്ക് മട്ടനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണിയും അവർ മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. നമ്മുടെ ഫുഡ് കഴിച്ചാലും അമ്മ ഓർഡർ ചെയ്ത വെജും കൂടെ ടേസ്റ്റ് ചെയ്യാതെ എനിക്ക് ചേച്ചിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി നമ്മൾ നേരെ പോയത് ലുലുലായിരുന്നേ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ 3 days ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അവിടെ കുറേ നോവലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഏതോ നോവലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വായനാശീലം തീരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്യാനേ പോയില്ല. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ എനിക്ക് താല്പര്യമുള്ള സെക്ഷൻ വന്നായിരുന്നേ. അവിടെ ഞാൻ ഫേസ് സ്കാനറുടെ ഒരു ലിപ്സ്റ്റിക് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ വിട്ടത് ലുലു കണക്കിലോട്ടായിരുന്നേ. ഇവിടെ കയറിയത് ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് നോക്കാനാണെങ്കിലും നമ്മൾ നോക്കിയത് ഫ്രിഡ്ജ് ആയിരുന്നേ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ജ്വല്ലറി ഒക്കെ നോക്കിയിട്ട് നമ്മൾ നേരെ വിട്ട് നമ്മുടെ മസാജ് സെക്ഷനിലോട്ടായിരുന്നേ. ഞാൻ ലുലുവിൽ വരുമ്പോഴൊക്കെ ഇവിടെ നിന്ന് മസാജ് ചെയ്യാറുള്ളതാണ്. അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും അച്ഛനും അമ്മയും കൊണ്ടുവരണം. പിന്നെ അച്ഛനും അമ്മയും ഞാനും ചേച്ചിയും എല്ലാവരും മസാജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ വീട്ടു സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വെട്ടുകാടും. അവിടെ ചെന്ന് നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് വരുന്ന വഴിക്ക് ഒരു കേക്കും കൂടെ മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വന്നു.